ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മൂകാംബിക പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ ഉടുപ്പിയിൽ നിന്ന് ഒരു മാന്യനായ ഒരു വ്യക്തി കയറി. അദ്ദേഹം ആ സമയത്ത് ആ കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഉടുപ്പിക്കാരനാണ് ബേസിക്കലി, പക്ഷേ ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കുറേ കഥകൾ പറഞ്ഞു. നോക്കുമ്പോൾ ആളൊരു ബിസിനസ് ട്രെയിനറാണ്. അതായത് ഈ ഫോറിനിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന, ലാംഗ്വേജ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയാണ്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാർഡ് തന്നു പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഞാനും ഇമ്മീഡിയറ്റ് എൻ്റെ കാർഡ് എടുത്തു കൊടുത്തു. എനിക്കിതാണ് സാരി ബിസിനസ്സാണെന്ന് വെച്ചു. ഒട്ടും പ്രതീക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മാൻ, അദ്ദേഹം ഇപ്പോൾ സാരിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആളോന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ സാരിയുടെ എന്തെങ്കിലും ക്രേസുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ സാരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണോ ഒന്നും അറിയില്ല. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാനത് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു കാഞ്ചീപുരം സാരി അറേഞ്ച് ചെയ്ത് തരുമോ ചോദിച്ചു. പ്യുവർ കാഞ്ചീപുരം ആയിരിക്കണം എന്നുള്ള ഗ്യാരണ്ടി മാത്രമേ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി ഓക്കാന്ന് പറഞ്ഞു. ആ സമയത്ത് സത്യത്തിൽ ഒരു കാഞ്ചീപുരം വെണ്ടറില്ല. കാഞ്ചീപുരത്ത് നിന്ന് എവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ആണ് എന്നും പറഞ്ഞ് അത് വിട്ടു. ഞാൻ വിചാരിച്ചു ശരി ഒരു നോർമൽ ആയിട്ട് ഒരു കേസ്, ഇൻ കേസ് അദ്ദേഹത്തിൻ്റെ കാർഡ് തന്നതുകൊണ്ട് എനിക്ക് തന്നത് ഞാൻ സംസാരിച്ചതായിരിക്കും എന്ന് ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ 2 ദിവസം മുമ്പ്, കഴിഞ്ഞ ഒരു മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു കോൾ എനിക്ക്. എന്നെ ഓർമ്മയുണ്ടോ, നമ്മൾ അന്ന് ട്രെയിനിൽ വെച്ച് മീറ്റ് ചെയ്തതാണ്. ഞാൻ അന്ന് ചോദിച്ചിരുന്നു കാഞ്ചീപുരം സാരി അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. എന്തോ ഒരു നിമിത്തം കാരണം എനിക്ക് ആ സമയത്താകുമ്പോഴേക്കും ഒരു കാഞ്ചീപുരം വെണ്ടറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വിചാരിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട തരത്തിലൊരു സാരി പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ ആ ഒരു പ്രകൃതിയായിരിക്കാം അദ്ദേഹത്തെ എൻ്റെ മുന്നിൽ എത്തിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഈ കാഞ്ചീപുരം സാരിയെക്കുറിച്ചിട്ട് അങ്ങനെ ഒരു ബിസിനസ് ഐഡിയയിൽ വെച്ചിട്ട് ഒട്ടും ചിന്തിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് എനിക്ക് കിട്ടിയൊരു സുഹൃത്തും ഒരു കസ്റ്റമറും കൂടിയ ഒരു വ്യക്തി. അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ചോദിച്ചു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എന്നെ ഒന്ന് സഹായിക്കൂ സെലക്ട് ചെയ്യാമെന്ന്. അതുപോലെ ഇത് എടുത്തു കൊടുത്തത് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി, അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും നന്ദി.